ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ പാൽ, നെയ്യ്, നാരങ്ങ അരക്കഷ്ണം, പഞ്ചസാരയുടെ ഒരു തുള്ളി. ഇത്രയുണ്ടെങ്കിൽ നമുക്ക് സ്വാദിഷ്ടമായ എന്തും തയ്യാറാക്കാൻ പറ്റില്ല. ഉണ്ടാക്കാൻ പറ്റില്ല. എന്താണ് അതിന്റെ പേര്? പാൽഗോവ. പാൽഗോവ. പക്ഷെ അതിന് വേറെ പേര് ഞാൻ ഇപ്പൊ നോക്കിട്ട് പറയാം. കുട്ടിക്ക് ഇപ്പൊ തുമ്മലില്ല, ജലദോഷം ഇല്ല, പനിയില്ല എന്നൊക്കെ പറഞ്ഞ ധൈര്യമായിട്ട്. അപ്പൊ കുട്ടി തുമ്മണ്ടേ? കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഗ്യാസ് തിരക്കുണ്ട്, നമുക്ക് താത്തി വെക്കാം. ആലോചിച്ചു ഒരു അരട്ടിൻ്റെ ഗുഡ് ലൈഫ് വെച്ചു. ഓക്കെ, അത് എന്തോ പേടിപ്പിച്ചതാണ്. ഞാൻ തിരിച്ചെടുത്ത് വെച്ചു, കടിച്ചെടുത്തോളൂ. നമ്മൾ ഒരു പാക്കറ്റ് പാലിതാ പൊട്ടിക്കുന്നു. രണ്ടാമത്തെ ഒരു പാക്കറ്റ് പാലുണ്ട്. എത്ര പാക്കറ്റാ ഇത്? വന്നിട്ട് ഒഞ്ഞു വേണ്ട, ഇനി വേണ്ട 3 പാക്കറ്റ് വേണ്ട, 2 പാക്കറ്റ് മതി. നമ്മളാകെ 4 ആൾക്കാരല്ലേ. ശരി, പിന്നെ വരുമ്പോൾ കുറച്ചിനെ ഉണ്ടാവുള്ളൂ. രസം ഉണ്ടെങ്കിൽ നോക്കി പിന്നെ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടോമ്മ എന്തേ അയാൾ ഉണ്ടാക്കി വെച്ച് കണ്ടില്ല? ഒരു ഈ ഇങ്ങനത്തെ ഒരു സെയിം പാൻ തന്നെ അയാൾ എടുത്തവിടെ. എന്തെങ്ങനെ കാട്ടുന്നതല്ല, ഇത് കട്ടയാണ്. ചട്ടിപ്പാലിനെ സ്വാഗതം ചെയ്യുന്നു. ചട്ടിപ്പാലിനെ സ്വാഗതം ചെയ്യുന്നു ഗായ്സ്. ചട്ടിപ്പാലിനെ സ്വാഗതം ചെയ്യുന്നു. പാൽഗോവ വേണോ? ഉണ്ടാക്കിക്കോളിട്ടോ. പാൽഗോവ അല്ല ഇതിന്റെ പേര്. ഇപ്പൊ ഉണ്ടാക്കുന്നതിന്റെ പേര് ഒടക്കാലാണ്. ഒടക്കാൽ രസമുണ്ടോ നോക്കി വെക്കാം. കണ്ടിട്ടൊരു പാൽഗോവ ടൈപ്പാണ്. പാൽപേട പാൽഗോവ രസം ഉണ്ടാവും തോന്നുന്നുണ്ട്. അതൊക്കെ ഒരു കട്ടയാണ്, ആരും കട്ട. ഇത് നല്ലപോലെ തിളച്ച ശേഷമാണ് നമ്മള് നെക്സ്റ്റ് നാരങ്ങ നീര് ഒറ്റിക്കൊണ്ടിട്ടോ. തിളച്ചോട്ടെ, തിളച്ചിട്ട് വരാം. അല്ലാതെ ഇന്ന് അവിടെ നിന്ന് ചേർക്കണ്ട. എന്ത് പറഞ്ഞു? പേടിപ്പിക്കുണ്ടോ? എല്ലാവർക്കും അടി കിട്ടും. അരമുറി നാരങ്ങയിൽ ചെറിയൊരു കുരുണ്ട്, എടുത്തോ. എവിടെ? ഇത് അടുത്തെടുത്ത കഴിച്ചു. നമ്മൾ നമ്മുടെ തിളച്ച പാലിലോട്ട് തിളച്ച പാലിക്കാണത് വേണ്ടോ? തിളച്ച പാലിലോട്ട് ഇതാ ഇങ്ങനെ നാരങ്ങ ഇങ്ങനെ ഒഴിക്കും. നാരങ്ങ നീര് ഒഴിച്ചു. ഇനി അത് പിരിഞ്ഞ് വരും. അങ്ങനെ പിരിഞ്ഞ് വരും. നാരങ്ങ നീര് മതിയാവും അല്ലേ? കുറച്ച് മതി. അരമുറി നാരങ്ങ. യെസ്, അരമുറി നാരങ്ങ. പിരിയാൻ അതൊക്കെ മതിയാവും. മതിയാവൂലേ? മതിയാവും. ഇപ്പൊ തന്നെ പിരിഞ്ഞില്ലേ? പിരിഞ്ഞു. അവർ പിരിയുകയാണ്. ആരും പിരിയല്ലോ, ഇത് കണ്ടിട്ടാണ്ട്. എൻ്റെ മോളെ പിരിഞ്ഞിട്ട് വരാം. അതെന്താന്നുള്ള ഡൗട്ട് ഉണ്ടാവും. ഈ ഒരു കാപ്പി കളർ കാണുന്നത് എന്താണെന്നുണ്ടാവും. ഇത് ചെറുതായിട്ട് അടി പിടിച്ചു. പാല് ചൂട് കൂടിയിട്ട് അടി പിടിച്ചതാണ്. പാല് തിരിഞ്ഞിട്ടില്ല. അടിയിൽ ഇവിടെ ഇങ്ങനെ ഒരു പാട ഒന്നിങ്ങനെ പിടുത്തം ബ്രൗൺ കളറായി. പാട പോലെ തോന്നണേ ഇല്ലല്ലോ. അത് ചക്കക്കുരുവിൻ്റെ തൊലി പോലെ ഉണ്ട്. എന്തായാലും പിരിഞ്ഞു വരുന്നുണ്ട്. പിരിഞ്ഞു തളച്ചു പോകുവേ. ഇങ്ങനെ വറ്റി വെള്ളം വറ്റി വരണം. യെസ്, വെള്ളം വറ്റി ടൈം എടുക്കുന്ന പ്രോസസ്സേക്കാരം. യെസ്, കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണിത്. പക്ഷെ ശ്രദ്ധിക്കണം, നേരത്തെ പോലെ ഇനി വെറും നെയ്യും പഞ്ചസാരയും മാത്രമേ ഇവിടെ ഉള്ളൂ. കണ്ടോ, നടുക്കെങ്ങനെ പൊന്തി വരുന്നു. കണ്ടോ, നല്ല തൈര് പോലെ. ഇങ്ങനെയാണ് നമ്മളെ പനീറൊക്കെ ഉണ്ടാക്കുന്നത് തോന്നുന്നുണ്ട്. ചെറിയൊരു മാറ്റമുള്ളൂ പനീർ ഉണ്ടാക്കണേലും പിന്നെ നെയ്യ് ഉണ്ടാക്കണേലും ഒക്കെ ചെറിയ മാറ്റം വരുന്നുള്ളൂ.
കൊണ്ട് തിളച്ചിങ്ങനെ വരുന്നു. കുട്ടി നിരാശയിലാണ്. മിണ്ടില്ല. തെറ്റിയ പൊന്നെ നക്കാണ് താഴെ കടന്ന്. ഹായ് മുണ്ടിയോ? എല്ലാരോടും മുണ്ടിയോ? തെറ്റില് മാറിയോ പൊന്നെ? തെറ്റി. ഇതിപ്പോൾ നമ്മൾ പഞ്ചസാര നെയ്യ് ഇട്ടിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാൻ മറന്നു. ഇത് നല്ലോണം വരണം. നെയ്യ് പൊട്ടു അല്ലേ? ഒറ്റ മറന്നു നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം വെള്ളം വറ്റി തുടങ്ങാൻ നേരത്ത് നെയ്യും ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് ഓരോരുത്തരും മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും. ഇനിയിപ്പോൾ നല്ലോണം വരണം. ഈ വൈപ്പ് കാണുന്ന ഈ വെള്ളമില്ലേ, ഈ വെള്ളം വറ്റി അടിപൊളിയായിട്ട് വരണം. അപ്പോഴാണ് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുക, കയ്യിലെടുത്തിട്ട് റെഡിയാക്കാം. സെറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റണമെങ്കിൽ ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരണം. ഇങ്ങനത്തെ ഇപ്പം എന്തായാലും വെള്ളം നന്നായിട്ട് വറ്റി. അങ്ങനെ ഏകദേശം വെള്ളം മഞ്ഞ കളറാണ്, നെയ്യിൻ്റെ മഞ്ഞയാണത്. എന്തായാലും വെള്ളമൊക്കെ വറ്റിയല്ലേ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് പരത്താൻ പറ്റുന്ന രൂപത്തിലാണ്. അപ്പോൾ അതിന് വറ്റാൻ കൊടുത്താൽ മതി കുറച്ച് ടൈം. വലിയ പണിയൊന്നുമില്ല. ആകെ 3 ഇൻഗ്രീഡിയൻസ്. അത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് വറ്റി കിട്ടുന്നുണ്ട്. അടി പിടിക്കാതെ നോക്കിയാൽ മതി. ഒരു 100 രൂപ ഉണ്ടെങ്കിൽ ചെയ്യാം, ധൈര്യമായിട്ട് ചെയ്യാം അല്ലേ? 100-150 ഉള്ളിൽ എന്തായാലും. അതെ, നമ്മളിപ്പോൾ വാങ്ങിയത് ഒരു 3 പാൽ പാക്കറ്റ് വാങ്ങി. പക്ഷെ 2 എടുത്തിട്ടുള്ളൂ. 2 പാൽ പാക്കറ്റ്, പിന്നെ നാരങ്ങൻ്റെ ഒരു പകുതി, ഒരു നാരങ്ങ ഒഴിച്ചു. പിന്നെ പഞ്ചസാര നമ്മളെ ആവശ്യത്തിനനുസരിച്ച്. നെയ്യും ഇപ്പം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യല്ലേ. നെയ്യും അല്ലാതെ പക്ഷെ ഇതിൽ നല്ല മണം വരുന്നുണ്ട് നെയ്യിൻ്റെ, മിൽമ നെയ്യായിട്ട്. ആ ഒരു നെയ്യും പാലും നാരങ്ങ നീരും ഉണ്ടെങ്കിൽ, പഞ്ചസാര പിന്നെ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഉണ്ടാകും. അപ്പോൾ ആ പാലും നാരങ്ങയും നെയ്യും ഈ 3 മതി. ഒരു 100 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റായിട്ട് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ കേട്ടോ. ഈ ഒരു ഗ്ലാസ് എടുക്കുക സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗ്ലാസ് ഇത് അത്യാവശ്യം ആ ഗ്ലാസ് കൊള്ളണ അല്ല ഇട്ടുള്ളത്. അല്ലെങ്കിൽ 2 ഗ്ലാസ്സിൽ ചെയ്യണോ? എന്തായാലും ഇങ്ങനെ ഒരു ഗ്ലാസ് എടുക്കാം. ഗ്ലാസ്സോ ബൗളോ എന്തായാലും എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് നെയ്യ് തടവണുണ്ട്. കുറച്ച് നെയ്യ് മതി അല്ലേ? കുറച്ച് നെയ്യ് അത് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നെയ്യ് തടവാം. അതിലിരുന്നാലും സെറ്റായിട്ട് തിന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു പഞ്ഞിക്ക് അങ്ങനെയും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ ഈ സാധനം ഇതിൽ വെച്ചാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാനുള്ള രീതിക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയും കഴിക്കാം. ഇങ്ങനെ തന്നെ നമ്മൾ കഴിക്കണം, ജസ്റ്റ് കട്ട് ചെയ്യണമെന്നുള്ളൂ. നമ്മളിതിക്ക് ഫില്ല് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് നമ്മളിതിൽ നിന്ന് എടുക്കുക ചെയ്യാം. ഇത് പ്രശ്നം എന്താ വെച്ചാലേ, ഇത് നല്ല ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പാൽപ്പേട ഇഷ്ടമല്ലേ, പാൽപ്പേട പാൽഗോവ ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളെപ്പോലെ ഈ പാൽഗോവ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. പാല് കൊണ്ടുള്ള സ്വീറ്റ്സൊക്കെ ഇഷ്ടമുള്ളവരേ അത്യാവശ്യം 3 പാക്കറ്റ് പാലിന് എടുത്തോളൂ. കാരണം ഈ ഒരു ബൗള് 2 പാക്കറ്റ് പാലിനുകൊണ്ട് ഉണ്ടായത് ഈ ഒരു സംഭവമാണ്. ഇത്ര ബാക്കിയുള്ളൂ. കുറച്ച് നമുക്ക് ഗ്ലാസ്സിലാക്കേണ്ടത്, അങ്ങനെ കഴിക്കാം. ഇത് നമ്മൾ എന്തായാലും കൊട്ടിയിട്ട് ചൂടാറിയ ശേഷം കൊട്ടിയിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ സംഭവം. ഇത് കട്ട് ചെയ്തെടുക്കല്ലേ. ഇത് മറിച്ചിട്ടിരിക്കണം. ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കംപ്ലീറ്റ് പാലല്ലേ, പാൽക്കട്ട.
ഉമ്മച്ചിക്കൊന്ന്, എനിക്കൊന്ന്, ഇമ്മിക്കൊന്ന്, അങ്ങനെ അങ്ങനെ വെട്ടി. മുറിഞ്ഞ് ചാടുന്നുണ്ടോ? കുറച്ച് പൊടിഞ്ഞു എൻ്റെ കയ്യിലേക്ക് ഈ അമർത്തി പിടിച്ചല്ലേ. എന്നിട്ട് ഞാൻ ഇതാണ് നമ്മൾ ഐറ്റം സെറ്റായല്ലേ. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. സാധനം എനിക്ക് ഉപയോഗിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്, വെറുതെ പറയല്ല, മസ്റ്റ് ട്രൈ.